മുഖ്യമന്ത്രി സംവാദത്തിന് വന്നാൽ പൊളിച്ചെടുക്കും. കണ്ടം വഴി ഓടിയെന്ന് ഞാൻ പറയുന്നില്ല. വീണ്ടും പിണറായിയെ സംവാദത്തിന് വെല്ലുവിളിച്ച സതീശൻ. മുഖ്യമന്ത്രിയുമായി ഫേസ്ബുക്ക് വഴിയല്ല നേരിട്ടുള്ള സംവാദത്തിനാണ് താൻ ക്ഷണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എന്തൊരു ഇരട്ടത്താപ്പാണ്, എന്തൊരു കാപട്യമാണ്. അതാണിപ്പോ വെളിവായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സംവാദത്തിന് വരാത്തത്. സംവാദത്തിന് വന്ന് ഞാൻ ഇതൊക്കെ ചോദിക്കുന്ന അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോ സംവാദം പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ വേറെന്തെങ്കിലും പറഞ്ഞാൽ പോരല്ലോ. നേരിട്ടുള്ള സംവാദമാകുമ്പോൾ അത് അപ്പം തന്നെ മറുപടി പറയണ്ടേ. ഞാൻ സംവാദത്തിന് റെഡിയായത് അദ്ദേഹം പറയുന്ന മുഴുവൻ കാര്യങ്ങളും പൊളിച്ചടുക്കി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്, ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന്റെ കുഴപ്പം അപ്പൊ ചോദിക്കുന്ന ചോദ്യമല്ല പിറ്റേ ദിവസം മറുപടി പറയണത്. പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ വേറെ ഏതോ വിഷയമാണ് ഇടുന്നത്. എല്ലാത്തിനും മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണ്. ഫേസ്ബുക്ക് സംവാദത്തിൽ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിനല്ല നാളെ മറുപടി പറയുന്നത്. വേറെ വിഷയത്തിലാണ് മറുപടി. 4 വോട്ടിനു വേണ്ടി ആരുമായി കൂട്ടുകൂടാൻ മടിയില്ലാത്തവരാണ് CPM എന്നും സതീശൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം, ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി മെട്രോ തുടങ്ങിയ വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തങ്ങൾ തയ്യാറാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള, ഡീൽ വിവാദം പോലുള്ള വിഷയങ്ങളിലും സംവാദത്തിന് ഒരുക്കമാണ്. ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. കണ്ടം വഴി ഓടുകയാണെന്ന് താൻ പറയുന്നില്ല. 4 വോട്ടിനു വേണ്ടി RSSുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും PDPയുമായും കൂട്ടുകൂടുമെന്ന് തെളിയിച്ച പാർട്ടിയാണ് CPM എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പറയുന്നത് പൊളിച്ചെടുക്കാൻ കഴിയുമെന്ന ബോധത്തിലാണ് അദ്ദേഹത്തെ സംവാദത്തിന് ക്ഷണിച്ചത്. പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾക്ക് യുക്തിഭദ്രതയുണ്ട്. വോട്ടിനു വേണ്ടി ജനസംഘം, ജമാഅത്തെ ഇസ്ലാമി, PDP, വെൽഫെയർ പാർട്ടി എന്നിവരുമായി കൂട്ടുകൂടിയ ചരിത്രമാണ് CPMനുള്ളത്. SDPI പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ എന്താണ് CPM നേതാക്കൾ മിണ്ടാത്തതെന്നും സതീശൻ ചോദിച്ചു. ജനസംഘം വർഗീയ പാർട്ടി അല്ല എന്ന് പറയുന്നത് ദേശാഭിമാനിയുടെ പഴയ താളുകൾ നോക്കിയാൽ കാണാം. ജനസംഘത്തെ വെള്ളപൂശിയ പാർട്ടിയാണ് CPM. CPMനെ പിന്തുണച്ചാൽ മതേതരവാദികൾ, കോൺഗ്രസിനെ പിന്തുണച്ചാൽ വർഗീയവാദികൾ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്തൊരു ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രിയുടേതെന്നും സതീശൻ ചോദിച്ചു. G. സുധാകരനെതിരെ വളരെ വില കുറഞ്ഞ പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയത്. CPM വിട്ടുവന്നവർക്ക് കോൺഗ്രസ് പിന്തുണ കൊടുക്കരുതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കോൺഗ്രസോ ലീഗോ വിട്ടവർക്ക് CPMന് പിന്തുണ നൽകാം. ലീഗ് വിട്ട ജലീലിനെ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? മുഖ്യമന്ത്രിയുടെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നതെന്നും സതീശൻ പറഞ്ഞു.